ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ബീഫ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങും ക്യാബേജും മാത്രമാണ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ബീഫ് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരല്പം മന്തി മസാലയും കൂടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1/4 മണിക്കൂർ വെച്ചിട്ട് എണ്ണയിലിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു പാനിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ കുബൂസിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ആണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ കുഴച്ച് വെച്ച് മഴയൊക്കെ ആയതുകൊണ്ട് പൊടി നന്നായിട്ട് പൊങ്ങി വരണ്ടേ. അപ്പോഴേക്കും ബീഫ് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് ഇളക്കി മറിച്ച് കൊടുത്തിട്ട് നമുക്ക് കുബൂസ് ഇവിടെ പരത്തിയെടുക്കാം കേട്ടോ. കുബൂസ് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ കുബൂസും പരത്തിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ സെയിം മസാലയിലേക്ക് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഒരല്പം ഉപ്പ് പൊടിയും കൂടെ വിതറിയിട്ട് അതുകൂടെ അതിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ കുബൂസ് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം കുബൂസും കുമ്പളായിട്ടൊന്നും വന്നില്ല, എന്നാലും പകുതിയും ഒറ്റ കുമ്പളയിൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫുള്ളത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ക്യാബേജും ചെറുതായി നുറുക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ഇടുന്നത് ക്യാബേജിനെക്കാട്ടിലും കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കേണ്ട. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. ഉരുളക്കിഴങ്ങ് ഒന്ന് ചതച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം മയോണൈസും കൂടെ ചേർത്ത് മസാല ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുബൂസ് എടുത്ത് നമുക്കതൊന്ന് നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം, റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.